അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ വീണ്ടും നമ്മുടെ മഗ്രിബ് കഴിഞ്ഞാൽ മഗ്രിബിൻ്റെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു ജീവി വല്ലാണ്ട് ഓരിയിടും. മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തീരെ ഇല്ലാതാവും. അതുപോലെ ഇന്ന് രാത്രി മാസം കാണുകയാണെങ്കിൽ മനുഷ്യന്മാരിൽ അങ്ങനത്തെ ചില ജീവികളുണ്ട്. ആ ജീവികളുടെ ശബ്ദവും നിലക്കും. പറഞ്ഞു വരുന്നത് വഹാബികളെ പറ്റിയിട്ടാണ്. വഹാബികൾ അവരുടെ ശബ്ദം ഈ മാസം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമായ ഈ മാസം 1 തൊട്ട് തുടങ്ങിയതാണ്. ഓരിയിട്ട് അവസാനം ഇന്ന് മാസം കാണലോടെ അത് നിലക്കും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവർ പലതും പറഞ്ഞിട്ട് കുട്ടികളെ ഇറക്കിയിട്ടും പെണ്ണുങ്ങളെ ഇറക്കിയിട്ടും പല വിധത്തിൽ ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മൗലിദിൻ്റെ ഉഷാർ കൂട്ടുന്നതിനേക്കാൾ എത്താൻ അവർക്ക് പറ്റുന്നില്ല. അവരെന്തൊക്കെ കളി കളിച്ചിട്ടും ഇതിൻ്റെ മാറ്റ് കൂടി പോവുക എന്നല്ലാതെ ഒരാളും ഇപ്പം മക്കൾ വഹാബിയായ തന്നെ ഈ വഹാബികൾ തന്നെ വന്നിട്ട് മൗലിദിന് ഇരിക്കുന്ന ഒരു സങ്കടകരമായ രംഗമാണ് ഞാൻ ഇപ്രാവശ്യം കണ്ടത്. ഞാൻ അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം നബിദിനത്തിന് തന്നെ കഴിഞ്ഞ വർഷമേ ആഗ്രഹിച്ചാണ് ഇപ്രാവശ്യം വന്ന് വീട്ടിലൊരു വലിയൊരു മൗലിദ് നടത്താനും സ്വന്തമായിട്ട് പോത്തിനെ വാങ്ങി അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യാനും ഭക്ഷണം പിന്നെ പാവങ്ങൾക്കടക്കം കൊടുക്കാനൊക്കെ അൽഹംദുലില്ലാഹ് അത് അള്ളാഹ് നിറവേറ്റാനുള്ള തൗഫീക്ക് കിട്ടി തന്നു അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളൊരു നബിദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എവിടെയാണ് നമ്മൾ നബിദിനത്തിനൊരു അനാചാരം എന്ന് പറയാനും ഷിർക്കാണെന്ന് പറയാനും ബിദ്അത്ത് എന്ന് പറയാനും വേണ്ടിയിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാനിപ്പം പറഞ്ഞു, ഞാൻ അധ്വാനിച്ച പണം കൊണ്ടുവന്ന് ഇവിടെ നാട്ടിൽ വന്ന് മാടിനെ അറുത്ത് അതിൻ്റെ ഇറച്ചി എൻ്റെ മക്കളെ അയച്ചിട്ട് നല്ല മഴയായിരുന്നു അന്ന്. ആ മഴയിൽ കുടയും പിടിച്ചിട്ട് കുട്ടികൾ പല സ്ഥലത്തും അത് വിതരണം ചെയ്തു. അതിനുശേഷം ഉച്ചക്ക് മുന്നേ മൗലിദ് കഴിച്ച് ഉസ്താദുമാരെ അടക്കം വിളിച്ച് ഭക്ഷണം കഴിച്ച് കുടുംബത്തിലെ പലരെയും വിളിച്ച് വളരെ സന്തോഷമായി. അവർക്ക് അളയമാക്കും അങ്ങനെ തുടങ്ങി ആരൊക്കെയോ വന്നു. അങ്ങനെ അവരൊക്കെ വന്ന് വലിയ സന്തോഷം പ്രകടിപ്പിച്ച് ആ കുടുംബബന്ധം അങ്ങനെ മെച്ചപ്പെടുത്തി. അങ്ങനെ അവർ ആ ഒരു മൗലിദ് അതിന് കാരണമായി അവർ പോയി. അപ്പം ഇതിൽ ഒരു കേക്ക് മുറിക്കലോ അല്ലെങ്കിൽ വേറെ വിധേയത്ത് എന്ന് പറയാനോ ഒന്നും നടന്നിട്ടില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ ഒരു മാസം അൽഹംദുലില്ലാഹ് വല്ലാത്ത ഒരു സുഭിക്ഷമായ മാസമാണ് റമളാനെ കാട്ടിയും. അപ്പോൾ എന്തോ ഒരു അത്ഭുതത്തിൻ്റെ മാസമാണ്. അപ്പോൾ ഇത് ഊതിക്കെടുത്താൻ നോക്കുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ മാറ്റി കൂടി വരികയാണ്. ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, മൗലിദിൻ്റെ സദസ്സ് ഇപ്പോൾ ഇന്നലെയാണ് നമ്മളെ SYSൻ്റെ മൗലിദ് സദസ്സ് ഇന്നലെയാണ് സമാപിച്ചത്. അവിടെയും ഭക്ഷണം തന്നെയാണ് ലാസ്റ്റ് കൊടുത്തത്. ഇങ്ങനെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തും പാവങ്ങളെ സഹായിച്ചും മുസ്ലിങ്ങളെ ഇത് ഓർമ്മിപ്പിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറഞ്ഞും ഇങ്ങനൊരു മീലാദ് കൊണ്ടാടുമ്പോൾ അത് കണ്ടുകൂടാന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളാണ്. അല്ലാണ്ട് യഥാർത്ഥ ദീനിൻ്റെ ആളൊന്നും അല്ല അവർ. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ചിലരെ അവർ പറഞ്ഞ് തിരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ മുസ്ലിംമാർ വിടുന്നില്ല. പിന്നെ ഈ നബിദിനം എന്ന് പറയുന്നത് ഒരു ആഘോഷം, ബർത്ത്ഡേ ആഘോഷമല്ലേ, അതെങ്ങനെ അത് നബിദിനം ബർത്ത്ഡേ ആഘോഷിക്കേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ബർത്ത്ഡേ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. അതെങ്ങനെ ആയിരിക്കണം? മറ്റുള്ള മതക്കാരെ അനുകരിച്ചിട്ട് കേക്ക് മുറിച്ചിട്ടും അങ്ങനെയൊന്നും അല്ല വേണ്ടത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പെടുത്ത പോലെ നമ്മളെടുക്കുക, നമ്മളെ ജന്മദിനത്തിന് സുന്നത്ത് നോമ്പെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മഗ്രിബിന് ഉസ്താദിനെയോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ തന്നെ കുടുംബക്കാരോ ആരെങ്കിലും വിളിച്ച് കുറച്ച് ആൾക്കാർ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നല്ല നിലയിൽ അനക്കിന്നല്ല എന്നെ ജനിപ്പിച്ചൊരു മാസം ഒരു ദിവസമൊക്കെയാണ്, അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു ശുക്ർ ചെയ്യുക. അല്ലാതെ കുറേ മിഠായി വാങ്ങിയിട്ട് കുറേ 7 മെഴുതിരിയും അല്ലെങ്കിൽ 70 വയസ്സായാലും 70 മെഴുതിരി അല്ലെങ്കിൽ 70 എന്നുള്ള എഴുതിയ മെഴുതിരി അതൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ പറ്റില്ല എന്നാണ് ഉസ്താദുമാർ പറഞ്ഞത്. അല്ലാതെ ബർത്ത്ഡേ കൊണ്ടാടണമെന്നും പിന്നെ കൊണ്ടാടരുതെന്നൊന്നും പറയുന്നില്ല. അതിൽ നന്മ ഉണ്ടെങ്കിൽ എല്ലാം പറ്റും. ഇത്രയും പറഞ്ഞ് ചുരുക്കുന്ന അടുത്ത വർഷത്തെ നബിദിനം ഇതിനേക്കാൾ ഉഷാറാക്കാൻ അള്ളാഹ് നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. കുരക്കുന്നവർ കുരക്കട്ടെ. നമുക്കിതുമായി മുന്നോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.